رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا. അസ്സലാമു അലൈക്കും. വെള്ളിവെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. നമുക്ക് വീണ്ടും വീണ്ടും പുണ്യങ്ങളിലേക്ക് അടുക്കാൻ, തിന്മകളിൽ നിന്ന് അകന്നേക്കാനും അല്ലാഹു ചില മാനദണ്ഡങ്ങളും ചില മാർഗങ്ങളുമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ചില പുണ്യദിനങ്ങൾ, പുണ്യനിമിഷങ്ങളുമൊക്കെ. ഇപ്പോൾ ഇതാ ദുൽഹിജ്ജയുടെ ധന്യതയിലേക്ക് ലോകം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. വിശുദ്ധ ഖുർആന്റെ ചില വ്യാഖ്യാനങ്ങളും തിരുവചനങ്ങളുടെ വിശദീകരണങ്ങളും നാം ഗ്രഹിക്കുമ്പോൾ ഇത്ര വലുപ്പമുള്ളതാണോ, മഹത്വമുള്ളതാണോ ഈ ദിനങ്ങളും നിമിഷങ്ങളും? ആരും ആലോചിച്ചു പോകും. കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ 10 നാളുകളേക്കാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് അവന് ഏറെ ഇഷ്ടമുള്ളതായി മറ്റു ദിനങ്ങളില്ല. ഇത് ബുഖാരിയുടെ ഒരു ഉദ്ധരണിയാണ്. അപ്പോൾ ദുൽഹിജ്ജയുടെ 10 ദിനങ്ങളിലേക്കാണല്ലോ ഈ ഹദീസ് നമ്മളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ബഹുമതികൾ ഇവക്ക് ലഭിച്ചതെന്ന് ഇബ്നു അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തുകയാണ്. നോമ്പ്, സ്വദഖ, ഹജ്ജ്, ദിക്റുള്ള അഥവാ അള്ളാഹുവിനെ സ്മരിക്കുക, ദിക്ർ ചെയ്യുക എന്നീ പ്രധാന ഇബാദത്തുകളെല്ലാം ഈ ദിനങ്ങളിൽ വരുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ കാരണം. ശരിയാണല്ലോ. ഇപ്പോൾ ഹജ്ജ് കുറേ ദിനങ്ങളായി അത് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. ജനലക്ഷങ്ങൾ വിശ്വാസികൾ വിശുദ്ധ കഅബാലയത്തിനും വിശുദ്ധ റൗളയ്ക്കൊക്കെ സമീപത്തുണ്ട്. റൗള ശരീഫ് സന്ദർശനം ഹജ്ജിന് പോകുന്നവരത് മുടക്കാറില്ലല്ലോ, ഹജ്ജിൻ്റെ നിർബന്ധ ഘടകം അല്ലെങ്കിലും. അപ്പോൾ അതൊക്കെ വലിയൊരു സൗഭാഗ്യം. ഒപ്പം സദഖകൾ ഈ നാളുകളിൽ വർദ്ധിപ്പിക്കുകയാണ്. ദിക്റുള്ള പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാമല്ലോ, ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭാഗത്ത് വയദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിനങ്ങൾ ജനങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് വിശുദ്ധ ഖുർആന്റെ ഒരു വരിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അതേപോലെ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാർ ഈ ദിനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശ ദുൽഹജ്ജ 10 ദിവസങ്ങളാണ് എന്ന് പരിചയപ്പെടുത്തുന്നു. ഇമാം നബി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, മറ്റു ദിവസങ്ങളെക്കാൾ ഈ 10 ദിവസങ്ങൾ അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കൽ സുന്നത്തുള്ള കാര്യമാണ്. ഈ 10 ദിവസങ്ങളിൽ തന്നെ കൂടുതൽ സ്മരിക്കൽ സുന്നത്ത് അറഫ ദിനത്തിലാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളി വെളിച്ചം നമ്മിലേക്ക് എത്തുന്നത് അറഫ ദിനത്തിൻ്റെ സന്ദേശവുമായി കൊണ്ടാണ്. അന്ന് സുബഹിക്ക് ശേഷം തക്ബീർ സുന്നത്ത് തുടങ്ങുന്നു. അത് അയ്യാമു തശ്രീഖ് വരെ നീണ്ടു നിൽക്കുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഈ ദുൽഹിജ്ജ 10 ദിവസങ്ങളേക്കാൾ അള്ളാഹുവിൽ ഏറ്റവും മഹത്വമുള്ളതും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതുമായ മറ്റു ദിവസങ്ങളില്ല കാണാം. അതുകൊണ്ട് നമ്മൾ ഈ ദിനങ്ങളൊക്കെ എന്തിനാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് എന്നത് ആ മുഖം പറഞ്ഞുവല്ലോ. നാം അതിനെ നന്നായി ഉപയോഗപ്പെടുത്തുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഫഅക്സിറൂ ഫീഹിന്ന തക്ബീറ വത്തഹ്മീദ വത്തഹ്ലീൽ. അതുകൊണ്ട് ഇത് തക്ബീർ, തഹ്മീദ്, ഹംദ് ചെല്ലൽ, തഹ്ലീൽ, ദിക്ർ ചെല്ലൽ ഇതെല്ലാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മഹത്തുക്കൾ ആ രീതിയിൽ ആണ് പുണ്യദിനങ്ങളെയും പുണ്യനിമിഷങ്ങളും ഒക്കെ കാണുന്നതും സമീപിക്കുന്നതും. നമ്മൾ ചില ആളുകളൊക്കെ എന്ത് കേട്ടാലും മനസ്സിൽ പരിവർത്തനം വരാത്ത ഒരു സാഹചര്യം, അത് ദൗർഭാഗ്യകരമാണ്. ചിന്തിക്കണം, ചിന്ത ഫലപ്പെടണം. ബാബു ഫദ്ലി അയ്യാമിൽ അശർ, 10 ദിനങ്ങളുടെ ശ്രേഷ്ഠത എന്ന തംബീഹുൽ ഗാഫിലിൻ്റെ ഒരു അധ്യായത്തിൽ
ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഉദ്ധരണികൾ കാണാം. വറുവി അൻ അബി ദർദ റളിയല്ലാഹു തആല അൻഹു ഖാൽ, അതെ, അബൂ ദർദ തങ്ങളെ തൊട്ടുള്ള ഒരു ഉദ്ധരണിയാണ്. മഹാനവറുകൾ പറയുന്നു, അലൈക്കും ബിസൗമി അയ്യാമിൽ അശർ, നിങ്ങൾ 10 ദിനങ്ങൾ നോമ്പ് നോൽക്കുന്ന കാര്യം വളരെ ശ്രദ്ധിക്കണേ. ഇക്താരി ദുആഇ, ദുആ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം. വൽ ഇസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നതും കൂടുതൽ ചെയ്യണം. സദഖത്ത് ഫിഹ, ഈ നാളുകളിൽ ദാനധർമ്മങ്ങൾക്കും ശ്രദ്ധയുണ്ടാകണം. കാരണം ഫഇന്നി സമഅതു നബിയക്കും മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യഖൂൽ, നബി തങ്ങൾ പറയാണ്, അൽ വൈലു ലിമൻ ഹരിമ ഖൈറ അയ്യാമിൽ അശർ, ഈ 10 ദിനങ്ങളിലെ നന്മകൾ ആർക്കാണ് തടയപ്പെട്ടത്, അവൻ്റെ നാശം വല്ലാത്തത് തന്നെ എന്ന് തുടങ്ങിയ ഹദീസിൻ്റെ വേറെയും ചില വാക്കുകളുണ്ട്. അപ്പോൾ ദുൽഹിജ്ജയുടെ പിറവി മുതൽ 10 ദിനം, അതിനുശേഷം അയ്യാമു തശ്രീഖിൻ്റെ 2-3 ദിനങ്ങൾ കൂടിയുണ്ട്. 13 ചേർത്തി പറയുന്ന മഹത്തുക്കളൊക്കെ ഉണ്ട്. ധാരാളം പുണ്യങ്ങൾ നിറഞ്ഞു. അതിൽ 1-ാം ദിനം മുതൽ നോമ്പെടുക്കൽ സുന്നത്തായ കാര്യം തന്നെയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നാളിൽ വ്രതമെടുത്തതായും നമുക്ക് ഹദീസ് കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. അതേപോലെ തന്നെ പൂർവീകരായ മഹത്തുക്കളുമൊക്കെ, മഹത്തുക്കളുടെ ചരിത്രം അങ്ങനെയാണല്ലോ, എന്തും അവർ ജീവിതത്തിൽ വേഗം സംശയിച്ചെടുക്കും. അവരൊന്നും അത് പിന്നേക്കാകാം എന്നല്ല, വേഗമാകട്ടെ. ഇതാണ് പൂർവികന്മാരായ സ്വാലിഹീങ്ങളുടെ പതിവും ചര്യയും ഒക്കെ. ഇതായാലും ഇപ്പോൾ ജനലക്ഷങ്ങൾ ഹജ്ജ് ചെയ്ത് പുണ്യം നേടുമ്പോൾ പോകാത്തയും ജനലക്ഷങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തും ഉണ്ടല്ലോ. അവർക്കുമൊക്കെ ഈ പുണ്യങ്ങൾ നാട്ടിലിരുന്നു കൊണ്ട് തന്നെ വാരിക്കൂട്ടാൻ അവസരമുണ്ടാകുകയാണ്. ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ ഭവനമായ വിശുദ്ധ കഅബ കാണാനുള്ള മോഹം, അത് വിശ്വാസ മനസ്സുകളിൽ അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആഗ്രഹമുണ്ടാകും. പക്ഷേ എല്ലാവർക്കും എല്ലാ വർഷവും അതിന് സാധ്യമല്ലല്ലോ. അതിനാൽ ഇസ്തിത്താഅത്ത് അഥവാ സാധ്യമായവർക്ക് ആയുസ്സിൽ ഒരു പ്രാവശ്യം ഹജ്ജിനനുഷ്ഠാനം നിർബന്ധമാക്കി. അതോടൊപ്പം ദുൽഹജ്ജിലെ 10 നാളുകളെ ഹജ്ജിന് പോയവർക്കും അല്ലാത്തവർക്കും പങ്കാളികളാകാൻ പറ്റും വിധത്തിൽ നന്മകളുടെ കാലഘട്ടമാക്കി. അങ്ങനെ ഒരാൾക്ക് ഹജ്ജിന് പോകാൻ സാധിച്ചില്ലെങ്കിലും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ തന്നെ സ്വന്തം വീട്ടിൽ വെച്ച് ചെയ്യാൻ സാധിക്കുകയാണ്. കണ്ടോ, മഹാന്മാർ പറയുക. അപ്പോൾ ഇബാദത്തുകൾ, ഖുർആൻ ഓത്താകട്ടെ, നന്മകളൊക്കെ ചെയ്യൽ, നമുക്ക് ഇവിടെ ഹജ്ജിന് പോയവർക്ക് അവിടെ അവസരം ഇവിടെയുമുണ്ട്. 1-ാം ദിനം മുതൽ ദുൽഹജ്ജ് പറഞ്ഞാൽ വൽ ഫജ്ർ എന്ന ഖുർആൻ്റെ താഴ്ഭാഗത്തുള്ള സൂറത്ത്, അതാവൽ പുണ്യകരമാണ്. സാലിഹ്യങ്ങൾ അത് പതിവാക്കി വരുന്നതുമുണ്ട്. വൽ ഫജ്ർ എന്ന സൂറത്ത് ഓതുന്നതിനെ പറ്റി, അതിന് മഹത്വം ഹദീസ് കൊണ്ട് തഫ്സീറുൽ ബൈളാവിയൊക്കെ അത് ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഷാ അള്ളാഹ് വ്രതം കൊണ്ടും മറ്റ് ദിക്ർ, ദുആ, പരിശുദ്ധ ഖുർആൻ പാരായണം പോലെയുള്ളത് കൊണ്ടും നമുക്ക് ഈ നാളുകളെ സജീവമാക്കാം. അടുത്ത വെള്ളി അറഫാ ദിനമാണെന്ന് പറഞ്ഞല്ലോ. അറഫാ ദിനത്തിൻ്റെ 1 മുതൽ നോമ്പ് പിടിക്കുന്നവർ എങ്ങനെ, അവർക്കും സാധിക്കാതെ വന്നാൽ 8-ൻ്റെ അന്ന് ഒന്ന് നോമ്പെടുക്കാൻ ശ്രദ്ധിച്ച് 9 കൂടി ചേർത്തി എടുക്കാൻ കഴിഞ്ഞാൽ അത് വളരെ പുണ്യകരമാണ്. ജഗന്യന്താവായ അള്ളാഹുവിലേക്ക് നമ്മുടെ എല്ലാം സമർപ്പിച്ച്, നാഥ ഞങ്ങളെ നീ കൈവിടല്ല നാഥ എന്ന പ്രാർത്ഥനയുമായി നമുക്ക് ഈ പുണ്യനിമിഷങ്ങളെ ധന്യമാക്കാൻ ശ്രമിക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി